2016 മാർച്ച് 1-ാം തീയതിയിലെ കേരള ഗസറ്റ് വിജ്ഞാപന പ്രകാരം അന്നേ വരെ ആധാരമെഴുത്ത് ലൈസൻസികൾക്കും അഡ്വക്കേറ്റ്മാർക്കും ആധാരം തയ്യാറാക്കാനുള്ള അധികാരമുണ്ടായിരുന്നു. എന്നാൽ ഇവരെ കൂടാതെ ആധാരം എഴുതി കൊടുക്കുന്ന ആൾക്കോ വാങ്ങുന്ന ആൾക്കോ ഭാഗപത്രമൊക്കെ ആണെങ്കിൽ അതിൽ ഏതെങ്കിലും കക്ഷിക്കോ സ്വന്തമായി രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മാതൃകാണങ്ങൾ അനുസരിച്ച് സ്വന്തമായി ആധാരം തയ്യാറാക്കാനുള്ള ഉത്തരവ് നിലവിൽ വന്നു. എന്നാൽ വർഷം 5 കഴിഞ്ഞിട്ടും വളരെ കുറച്ചു പേര് മാത്രമേ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? മാത്രമല്ല സ്വന്തമായി എങ്ങനെ ആധാരം തയ്യാറാക്കാം എന്നുള്ളതിന്റെ വിശദീകരണമാണ് ഈ വീഡിയോ. ഹായ്, ദിസ് ഇസ് ലോറൻസ് വിത്ത് യു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വ്യത്യസ്തങ്ങളായ ആധാരങ്ങളെ പറ്റിയും പിന്തുടർച്ചാവകാശ നിയമങ്ങളെ പറ്റിയും ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളെ പറ്റിയുള്ള കുറച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം വീഡിയോകളൊക്കെ എളുപ്പത്തിൽ കാണാൻ സാധിക്കും. എപ്പോഴെങ്കിലും ഒരു പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ലഭിക്കാനായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കും. ആ സബ്സ്ക്രൈബ് ബട്ടന്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ മതി. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. സ്വന്തമായി ആധാരം എങ്ങനെ തയ്യാറാക്കാം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സ്വന്തമായിട്ട് ആധാരം തയ്യാറാക്കാൻ കൂടുതൽ ആളുകൾ മുന്നോട്ട് വരാത്തത്? നമ്മൾ വലിയൊരു വില കൊടുത്തായിരിക്കും ഒരുപക്ഷെ സ്ഥലവും വീടും ഫ്ളാറ്റും ഒക്കെ വാങ്ങിക്കുന്നത്. എന്നാൽ രജിസ്ട്രേഷൻ സമയത്ത് ആധാരമെഴുത്തുകാരനോ അല്ലെങ്കിൽ വക്കീലിനോ ഒക്കെ കൊടുക്കേണ്ട ആധാരമെഴുത്ത് ഫീസ് ലാഭിക്കാനായിട്ട് ഒരു വലിയ റിസ്ക് എടുക്കാനായിട്ട് ആരും തയ്യാറല്ല. അതുകൊണ്ടാണ് വളരെ കുറച്ചുപേർ മാത്രം ആധാരം സ്വയം തയ്യാറാക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ആധാരമെഴുത്ത് എന്നുള്ളത് ഒരു ഫോം ഫില്ല് ചെയ്യുന്ന ലാഘവത്തോടെ ചെയ്യാൻ കഴിയാവുന്ന ഒരു ജോലിയാണെന്ന് പല യൂട്യൂബ് ചാനലുകളും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു. എന്നാൽ എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് നോക്കാം. ആധാരം തയ്യാറാക്കുമ്പോൾ ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു വരിയോ തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ആധാരം തന്നെ മറ്റൊരു തെറ്റുതിരുത്താധാരം വഴി ശരിയാക്കേണ്ടി വന്നേക്കാം. ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണെങ്കിൽ നമുക്കൊരു വെള്ളക്കടലാസിലെ ഒരു തെറ്റുതിരുത്താധാരം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. എന്നാൽ വസ്തുവിന്റെ അളവിലോ സർവേ നമ്പറിലോ വസ്തുവിന്റെ വിവരണത്തിലോ ആളുകളുടെ ഡീറ്റെയിൽസിലോ അതിരുകളിലോ മെറ്റീരിയൽ ആയിട്ട് വരുന്ന എന്ത് ചേഞ്ച് വന്നാൽ തന്നെയും അങ്ങനെ എളുപ്പത്തിൽ നമുക്കൊരു തെറ്റുതിരുത്ത ആധാരം രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയില്ല. അങ്ങനെ ചെയ്യേണ്ടി വരുന്ന തെറ്റുതിരുത്ത ആധാരങ്ങളിലെ എല്ലാം ഒരു തീരാധാരമാണെങ്കിൽ ആ തീരാധാരത്തിന് എത്രയാണോ മുദ്രപത്രവും ഫീസും ഈടാക്കേണ്ടത് അത്ര തന്നെ വീണ്ടും ഒരു ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോഴുള്ള ചിലവ് അതിന് വന്നേക്കാം. ആധാരം സ്വയം എങ്ങനെ തയ്യാറാക്കാം എന്ന് വിശദീകരിക്കുന്ന പല യൂട്യൂബ് വീഡിയോകളുണ്ട്. അതിലെല്ലാം തയ്യാറാക്കിയിട്ടുള്ള ഒരു ആധാരം വെബ്സൈറ്റിലെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് വിശദീകരിച്ചിരിക്കുന്നത്. എന്നാൽ ആധാരം തയ്യാറാക്കുന്ന ഒരു പ്രോസസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അതല്ല. ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഒരു ആധാരം തയ്യാറാക്കാൻ മുന്നോട്ട് വരുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തുകയല്ല എന്റെ ഉദ്ദേശം. എന്നാൽ ഈ ജോലി വളരെ കൃത്യതയോടും വളരെ സൂക്ഷ്മതയോടും കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തലാണ്. 1/8/2013 തന്നെ മാതൃകാ പ്രമാണങ്ങള് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിലനിന്നിരുന്ന വിവിധമായ ഭാഷാ ശൈലികൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ മാതൃകാ പ്രമാണങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. സ്വന്തമായി വാങ്ങിയ അല്ലെങ്കിൽ സ്വന്തം സ്ഥലം വിൽക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ വാങ്ങിയ ഒരാൾക്ക് അതിന്റെ തീരാധാരം രജിസ്റ്റർ ചെയ്യാനായിട്ട് ആധാരം സ്വയമായി തയ്യാറാക്കാം. അതിന് രജിസ്ട്രേഷൻ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള മാതൃകാ പ്രമാണങ്ങള് സഹായിക്കും നമ്മളെ. തീരാധാരം, ഇഷ്ടദാനം, വിൽപത്രം, ഭാഗപത്രം, പരസ്പര കൈമാറ്റം, കരാറ് എന്നുവേണ്ട 19 തരം ആധാരങ്ങളുടെ ഡ്രാഫ്റ്റുകൾ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റിലുണ്ട്. അത് ഇംഗ്ലീഷിലും മലയാളത്തിലുണ്ട്. ഇംഗ്ലീഷിൽ തയ്യാറാക്കേണ്ടവർക്ക് ഇംഗ്ലീഷ് തയ്യാറാക്കാം, മലയാളത്തിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. PDF ഫോർമാറ്റിലും വേർഡ് ഫോർമാറ്റിലും അതുണ്ട്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ആവശ്യമായിട്ടുള്ള കൂട്ടിച്ചേർക്കലുകളോ നിബന്ധനകളോ ഉണ്ടെങ്കിൽ അതും കൂടി നടത്തി അത്തരം കൂട്ടിച്ചേർക്കലുകൾ നടത്തിയ ശേഷം ആധാരത്തിന്റെ ഡ്രാഫ്റ്റ് നമുക്ക് തയ്യാറാക്കാം. ഇത്തരം മാതൃകാ പ്രമാണങ്ങളുടെ ലിങ്ക് ഞാൻ ഈ വെബ്സൈറ്റിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഇപ്പോഴും മുദ്രപത്രവും ഫീസും ഒക്കെ ഓൺലൈനായി അടയ്ക്കാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ ഓൺലൈനായിട്ട് അടച്ചിട്ടുള്ള ഈ സ്റ്റാമ്പിലാണ് നമ്മൾ ആധാരം തയ്യാറാക്കേണ്ടത്. ആധാരം തയ്യാറാക്കി കഴിഞ്ഞാൽ ആ ആധാരത്തിന്റെ ശരിയായിട്ടുള്ള ഒരു പകർപ്പ്, ഒരു ഫയലിംഗ് ഷീറ്റ് സബ് രജിസ്ട്രാർ ഓഫീസിൽ ഫയൽ ചെയ്യേണ്ടതുണ്ട്. അത്തരം ഫയലിംഗ് ഷീറ്റ് സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള അത്ര ഫയലിംഗ് ഷീറ്റ് 15 രൂപ നിരക്കിലെ ഫയലിംഗ് ഷീറ്റ് നമുക്ക് ലഭിക്കും. ആ ഫയലിംഗ് ഷീറ്റില് ടൈപ്പ് ചെയ്തോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രിന്റ് എടുത്തോ അതുമല്ലെങ്കിൽ ഒരു സ്ക്രൈബിന്റെ സഹായത്തോടു കൂടിയോ നമുക്ക് അത് ഫയലിംഗ് ഷീറ്റ് തയ്യാറാക്കാം.
ഇങ്ങനെ ആധാരങ്ങളും ഫയലിംഗ് ഷീറ്റും ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ബന്ധപ്പെട്ട സബ് രജിസ്ട്രാറെ അദ്ദേഹത്തിന്റെ ഒഴിവ് നോക്കി സമീപിച്ച് അദ്ദേഹത്തിന്റെ സഹായം തേടാവുന്നതാണ്. പ്രധാനമായും എല്ലാ ആധാരങ്ങളും നമുക്ക് സ്വന്തമായിട്ട് തയ്യാറാക്കാം. എന്നാൽ ഗവൺമെന്റ് ജീവനക്കാരുടെ ഹൌസ് ലോൺ സംബന്ധിച്ചിട്ടുള്ള ചില ആധാരങ്ങൾ അല്ലെങ്കിൽ ഗവൺമെന്റ് ഫോമിൽ തയ്യാറാക്കുന്ന ചില അപൂർവം ചില ആധാരങ്ങൾ ഒഴികെ മറ്റെല്ലാ ആധാരങ്ങളും സാധാരണയായി നമ്മൾ കണ്ടുവരുന്ന എല്ലാ ആധാരങ്ങളും നമുക്ക് എഴുതി കൊടുക്കുന്ന ആൾക്കോ വിൽക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ ആധാരത്തിന്റെ കക്ഷികൾക്കോ സ്വന്തമായി തയ്യാറാക്കാം. കേരള രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ജനറൽ അതാത് കാലങ്ങളിൽ ആധാരെഴുത്തുകാർക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ ഇത്തരത്തിൽ സ്വന്തമായി ആധാരം തയ്യാറാക്കുന്ന ആളുകൾക്കും ബാധകമായിരിക്കും. ആധാരം തയ്യാറാക്കി കഴിഞ്ഞാൽ ആ ആധാരത്തിന്റെ ഡീറ്റെയിൽസ് കേരള registration.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്യണം. 1,00,000 രൂപ വരെയുള്ള മുദ്രപത്രം നമുക്ക് സ്റ്റാമ്പ് വെണ്ടർമാരിൽ നിന്ന് ലഭിക്കും. അതിന് മുകളിലുള്ള മുദ്രപത്രങ്ങളെല്ലാം നമ്മൾ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റിൽ കൂടിയാണ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നത്. ഇങ്ങനെ തയ്യാറാക്കിയിട്ടുള്ള ആധാരത്തിന്റെ ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് സ്വന്തമായിട്ട് നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളുടെ ഒക്കെ സഹായം തേടാവുന്നതാണ്. ഇനിയാണ് ഈ വീഡിയോന്റെ പ്രധാന ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. ഒരു ആധാരം തയ്യാറാക്കുന്നതിന് മുൻപായിട്ട് എന്തൊക്കെ രേഖകൾ പരിശോധിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ഉറപ്പുവരുത്തണം എന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ആ വസ്തുവിന്റെ ഒറിജിനൽ ആധാരം കാണുക, അത് പരിശോധിക്കുക എന്നുള്ളതാണ്. ഒറിജിനൽ ആധാരം എന്തുകൊണ്ട് കാണണം? ചിലപ്പോൾ ചിലവരുടെയൊക്കെ വസ്തുക്കൾ പണയത്തിലായിരിക്കും. അപ്പോൾ ധനകാര്യ സ്ഥാപനങ്ങളിലോ അതല്ലെങ്കിൽ ബാങ്കിലൊക്കെ ആയിരിക്കും ആധാരം. പക്ഷെ അത്തരം കേസുകളിലെ ആ വസ്തുവിന് ഒരു ബാധ്യത ഉണ്ടെന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഒറിജിനൽ ആധാരം കാണുക, കണ്ടതിന് ശേഷം അത് പരിശോധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒറിജിനൽ ആധാരത്തിനോടൊപ്പം തന്നെ ഈ വർഷത്തെ ലാൻഡ് ടാക്സ് അടച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ വസ്തുവിന്റെ ഒരു ROR സർട്ടിഫിക്കറ്റ്, റെക്കോർഡ് ഓഫ് റൈറ്റ്സ് എന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം. ഒരു 30 വർഷത്തേക്കെങ്കിലുമുള്ള ഒരു കുടിക്കട സർട്ടിഫിക്കറ്റ് വേണം. പൊസഷൻ സർട്ടിഫിക്കറ്റ് വേണം. കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ ബിൽഡിംഗ് ടാക്സ് അടച്ച റെസിപ്റ്റും വിൽക്കുന്ന ആളുടെ നിന്ന് വാങ്ങേണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആധാരത്തിന്റെ ഉടമസ്ഥാവകാശം വിൽക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് ഉണ്ടോ എന്നുള്ളതാണ്. അതായത് ക്ലിയർ ടൈറ്റിൽ ഉണ്ടോ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. മുന്നാധാരങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും വസ്തു എങ്ങനെയാണ് ഇദ്ദേഹത്തിന് കിട്ടിയത് എന്നും ഏത് പ്രകാരമാണ് അത് കൈമാറി വന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു ക്ലിയർ ടൈറ്റിൽ ഇല്ലാത്ത ഒരു വസ്തുവിന്റെ മുകളിൽ നമ്മൾ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. വസ്തുവിൽ വേറെ ഏതെങ്കിലും അവകാശികൾ ഉണ്ടോ എന്നും എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടോ എന്നും ഉറപ്പുവരുത്തേണ്ടതാണ്. ഒറിജിനൽ ആധാരം പരിശോധിച്ചു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഒരു കുടിക്കട സർട്ടിഫിക്കറ്റ്, 30 വർഷത്തേക്കെങ്കിലുള്ള ഒരു കുടിക്കട സർട്ടിഫിക്കറ്റ് വസ്തുവിന്റെ എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ക്രയവിക്രയങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ബാധ്യതാ സർട്ടിഫിക്കറ്റ് ആണ് എന്ന് പേരെങ്കിലും കുടിക്കട സർട്ടിഫിക്കറ്റിൽ കാണുന്നത് ക്രയവിക്രയങ്ങളുടെ ഡീറ്റെയിൽസ് ആണ്. അത് പണയങ്ങളുണ്ടെങ്കിൽ പണയങ്ങളും, വസ്തു വിറ്റതുണ്ടെങ്കിൽ, കരാറുണ്ടെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് വരും. അത് വളരെ ശ്രദ്ധാപൂർവ്വം നോക്കേണ്ട കാര്യമാണ്. ക്ലിയർ ആയിട്ട് ഒരു ചെയിനായിട്ട് വരുന്ന ഒരു ടൈറ്റിൽ, ഒരു ഉടമസ്ഥാവകാശം ഏറ്റവും അവസാനം വിൽക്കുന്ന ആൾക്ക് വരെ എത്തി നിൽക്കുന്നുണ്ടെങ്കിലാണ് അത് ക്ലിയർ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ എന്ന് പറയാൻ സാധിക്കുള്ളൂ. ആ ഉടമസ്ഥാവകാശം അങ്ങനെ തെളിയിക്കാൻ സാധിക്കുള്ളൂ. മറ്റ് അവകാശികളോ മറ്റു ബാധ്യതകളോ ഇല്ലെങ്കിൽ മാത്രമേ അത് നിലനിൽക്കുള്ളൂ. ROR സർട്ടിഫിക്കറ്റില്, അതായത് റെക്കോർഡ് ഓഫ് റൈറ്റ്സ് എന്നുള്ള സർട്ടിഫിക്കറ്റിൽ അത് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഇനി ഏതെങ്കിലും തരത്തിലുള്ള പണയങ്ങൾ, ബാധ്യതകൾ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പണയങ്ങൾ തീർത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വസ്തുവിന് ആ പണയത്തിന്റെ ഒഴിമുറി രജിസ്റ്റർ ചെയ്ത് വാങ്ങേണ്ടതുണ്ട്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള പണയാധാരങ്ങളുടെ ഒഴിമുറി രജിസ്റ്റർ ചെയ്ത് തന്നെ നമ്മൾ ലഭിക്കണം. എന്നാൽ മാത്രമേ അത് ക്ലിയർ ആവുകയുള്ളൂ. അതുപോലെ തന്നെ കുടിക്കട സർട്ടിഫിക്കറ്റിൽ കാണുന്ന മറ്റു സംഗതികളാണ് കോർട്ട് അറ്റാച്ച്മെന്റ് പോലെയുള്ള ചില സംഗതികൾ. കോടതിയിൽ നിന്ന് വരുന്ന അറ്റാച്ച്മെന്റുകൾ ഉണ്ടെങ്കിൽ ആ അറ്റാച്ച്മെന്റ് റേസ് ചെയ്തിട്ടുണ്ടോ എന്നും നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. എത്രയൊക്കെ വളരെയേറെ ശ്രദ്ധിച്ചാൽ തന്നെയും ചിലപ്പോഴൊക്കെ അബദ്ധങ്ങൾ സംഭവിച്ചെന്ന് വരാം. എന്ന് വെച്ചാൽ എനിക്കുണ്ടായ ഒരാളുടെ ഭാഗത്തുനിന്നുണ്ടായ അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഒരു വസ്തു വാങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ് ആ വസ്തുവിൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള കോടതിയിൽ നിന്നും ഉത്തരവ് വരുന്നത്. വിൽക്കുന്ന സമയത്ത് അങ്ങനെ ഒരു കേസും ഉണ്ടായിരുന്നില്ല, ഒരു അറ്റാച്ച്മെന്റും ഉണ്ടായിരുന്നില്ല, ഒറിജിനൽ ആധാരവും കൈമാറപ്പെട്ടിരുന്നു. പിന്നെ എങ്ങനെയാണ് സംഭവിച്ചത്? ഒന്ന് നോക്കൂ. ഒരു ആധാരം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആ വിൽക്കുന്ന ആള് ഒരുപക്ഷെ മുൻപേ തന്നെ എന്തെങ്കിലും ഒരു ലോണൊക്കെ ഒറിജിനൽ ആധാരം വെക്കാതെ ബാങ്കിലോ ധനകാര്യ സ്ഥാപനങ്ങളിലോ ഒറിജിനൽ ആധാരം പ്ലഡ്ജ് ചെയ്യാണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ചില ബാങ്കുകളൊക്കെ പേഴ്സണൽ ലോൺ പോലെയുള്ള കുറെ ലോണുകൾ കൊടുക്കാറുണ്ട്. അത്തരം ലോണുകൾക്ക് ബാധ്യത വരികയാണെങ്കിൽ അയാൾക്ക് അവകാശപ്പെട്ട വസ്തു ഒരു അവകാശം സ്ഥാപിക്കാൻ വേണ്ടി ഇത്തരം സ്ഥാപനങ്ങൾ ചിലപ്പോൾ കേസ് ഫയൽ ചെയ്തെന്ന് വരാം. അതിനിടയ്ക്ക് വസ്തു കൈമാറുകയും ചെയ്തിട്ടുണ്ടാവും. കേസുകൾ ദീർഘനാള് കഴിഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ വിധി വരിക. ആ വിധി വരുന്ന സമയമായിരിക്കും വസ്തു മറ്റൊരാളുടെ കൈവശം ഉണ്ടായിരിക്കും. എങ്കിലും ആ ബാങ്കിനോ അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങൾക്കോ അതിനൊരു ക്ലെയിം കൊണ്ടുവരുന്നിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് പിന്നീട് വന്നെന്ന് വരാം. എങ്ങനെയാണ് ഇതിനെ മറികടക്കുക? ഒരു ആധാരം
ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ വസ്തു വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ആ വസ്തുവിന്റെ അയൽവക്കാരുടെ അടുത്ത് നിന്ന് പോയി അന്വേഷിക്കണം, എന്തെങ്കിലും ബാധ്യതകൾ നിങ്ങളുടെ അറിവിലുണ്ടോ എന്ന്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും തീരുമാനമായിട്ടുള്ള കേസുകൾ എന്തെങ്കിലും ഇതിനകത്തുണ്ടോ എന്ന് അന്വേഷിക്കുക. എങ്ങനെയാണ് ഒരു കേസ് ഒരു വസ്തുവിന്റെ മേലുണ്ടോ എന്ന് അന്വേഷിക്കുക? അതത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ കൺസ്യൂമർ കോർട്ട് മുതൽ ജില്ലാ കോടതി മുതൽ മുകളിൽ അങ്ങോട്ട് സുപ്രീം കോടതി വരെയുള്ള എല്ലാ കേസുകളുടെയും ഇപ്പോഴത്തെ കറന്റ് കേസ് സ്റ്റാറ്റസും തീരുമാനമായിട്ടുള്ള കേസുകളുടെ ഡിസ്പോസൽ ഉത്തരവും ഇന്ന് വെബ്സൈറ്റിലെ കേസ് സ്റ്റാറ്റസ് എന്ന് കാണാൻ സാധിക്കും. നമ്മൾ ഒന്നുകിൽ പെറ്റീഷണറെയോ അല്ലെങ്കിൽ റെസ്പോണ്ടന്റെയോ പേര് വെച്ചോ കേസ് നമ്പർ വെച്ചോ നമുക്ക് ഇത് തിരഞ്ഞാൽ കണ്ടെത്താവുന്നതാണ്. അടുത്തത് നികുതി അടച്ച രസീത്, ലാൻഡ് ടാക്സ് അടച്ചിട്ടുള്ള രസീത് നമ്മൾ പരിശോധിക്കണം. അതിനകത്ത് ഇപ്പോഴത്തെ ഉടമസ്ഥന്റെ പേരിലായിരിക്കും കരമടച്ചിട്ടുണ്ടാകാം. അത് തന്നെ നമുക്ക് ഉറപ്പിക്കാം റവന്യൂ രേഖകൾ പ്രകാരം വസ്തു ഇദ്ദേഹത്തിന്റെ തന്നെയാണ് എന്നുള്ളത്. മാത്രമല്ല ആ വസ്തുവിന്റെ ശരിയായിട്ടുള്ള സർവേ നമ്പർ, അതിന്റെ ശരിയായിട്ടുള്ള വിസ്തീർണം, ഭൂമിയുടെ തരം, തണ്ടപ്പേർ നമ്പർ, ഇതെല്ലാം ലാൻഡ് ടാക്സ് കരമടച്ച രസീതിയിൽ ഉണ്ടായിരിക്കും. അതും ആധാരമായിട്ട് നമ്മൾ താരതമ്യം ചെയ്തു നോക്കിയാൽ അറിയാൻ പറ്റും വസ്തു കൃത്യമായിട്ട് ഇദ്ദേഹത്തിന്റെ തന്നെയാണോ അല്ലയോ എന്നുള്ളത്. ROR സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ സമയത്ത് ആധാരങ്ങൾക്ക് നിർബന്ധമാണോ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. കാരണം ഈ അടുത്ത കാലത്ത് ഒരു സർക്കുലർ കാണേണ്ടായി, അത് രജിസ്ട്രേഷൻ സമയത്ത് ROR സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ള കാരണത്താൽ ആധാരം രജിസ്ട്രേഷൻ നിഷേധിക്കാൻ കഴിയില്ല എന്നുള്ളത്. പക്ഷേ ROR സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇത് വിൽക്കാൻ കഴിയുന്ന ഒരു ഭൂമിയാണെന്നുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണത്. അത് എന്തായാലും നമുക്ക് ആവശ്യമായിട്ട് വരും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മുന്നാധാരങ്ങളിലും ഇപ്പോഴത്തെ ആധാരത്തിലും വസ്തു ലഭിച്ചിരിക്കുന്നത് ഒരു വിൽപ്പത്ര പ്രകാരമാണെങ്കിൽ വളരെ ശ്രദ്ധിച്ചു തന്നെ അത് പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് മരിച്ച ആളുടെ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് എന്തായാലും വേണം. ഒരു ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ്, ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് കാലതാമസം വരികയാണെങ്കിൽ ഒരു ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവകാശികൾ ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഒപ്പം തന്നെ വിൽപ്പത്രത്തിൽ പലപ്പോഴും ചില ആളുകൾക്ക് കൊടുത്തു തീർക്കാനുള്ള ബാധ്യത എഴുതിയിട്ടുണ്ടാവും, ചിലപ്പോഴത് വസ്തുവിനെ ചാർജ് ആക്കി ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ വസ്തുവിൽ അത്തരം ബാധ്യതകൾ ചാർജ് ഉണ്ടെങ്കിൽ അതിനൊരു ഒഴിമുറി കൂടി നമ്മൾ വാങ്ങേണ്ടതാണ്. വസ്തുവിന്റെ ഉടമസ്ഥന്മാരിൽ മൈനർമാർ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ പോലെ രക്ഷിതാവിന് ഒപ്പിടാൻ സാധിക്കില്ല. അതിനുവേണ്ടി നമ്മൾ ഡിസ്ട്രിക്ട് കോർട്ടിലെ ഒരു ഗാർഡിയൻ OP ഫയൽ ചെയ്ത് ലീഗലി അപ്പോയിന്റഡ്, കോർട്ട് അപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരു ഗാർഡിയൻഷിപ്പ് സർട്ടിഫിക്കറ്റ് വാങ്ങണം. അത്തരം ഗാർഡിയൻഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ വസ്തുവിന്റെ ആധാരം ഒപ്പിട്ട് കൊടുക്കാനും രജിസ്റ്റർ ചെയ്യാനും സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ബുദ്ധിമാന്യം, ഓട്ടിസം, സെറിബ്രൽ പാൾസി ഉള്ള ആളുകളുടെ വസ്തു കൈമാറ്റം ചെയ്യുമ്പോൾ 1999 നാഷണൽ ട്രസ്റ്റ് ആക്ട് പ്രകാരം അതാത് ജില്ലാ കളക്ടർ അധ്യക്ഷനായ ലോക്കൽ ലെവൽ കമ്മിറ്റിയുടെ ഒരു ഗാർഡിയൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. വസ്തുവിൽ പുറമ്പോക്ക് സ്ഥലം ഉൾപ്പെട്ടിട്ടുണ്ടോ, കൃത്യമായിട്ടുള്ള അളവ് കാണിച്ചിട്ടുണ്ടോ, അതുപോലെ തന്നെ വഴിയുടെ അളവുകൾ കൃത്യമായിട്ട് പരിശോധിക്കപ്പെട്ടിട്ടുണ്ടോ, വസ്തു അളന്നു നോക്കിയിട്ടുണ്ടോ, ആധാരത്തിൽ ചേർക്കേണ്ട കൃത്യമായ അളവുകൾ രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ടോ എന്നെല്ലാം നമ്മൾ അന്വേഷിക്കേണ്ടി വരും. ലാൻഡ് സീലിംഗ് ആക്ട് പ്രകാരം മിച്ചഭൂമിയിൽ ഉൾപ്പെട്ട വസ്തുവാണോ, പട്ടികജാതിക്കാർക്ക് പട്ടയപ്രകാരം പതിച്ചു കൊടുത്തിട്ടുള്ള വസ്തുവാണോ ഇതെന്നൊക്കെ നമ്മൾ അന്വേഷിക്കണം. ഒരു വനഭൂമിയുടെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനുള്ള NOCയും ആവശ്യമാണ്. ഇനി എത്ര രൂപയാണ് മുദ്രപത്രവും ഫീസും ഈടാക്കേണ്ടത്? വസ്തുവിന്റെ വിലയോ അല്ലെങ്കിൽ സർക്കാർ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ന്യായവിലയോ, ഫെയർ വാല്യൂ ഏതാണോ വലുത്, ഏതാണോ കൂടുതൽ, ആ വിലയാണ് നമ്മൾ ആധാരത്തിൽ കാണിക്കേണ്ടത്. അങ്ങനെ കാണിക്കുന്ന ആധാരത്തിലെ സ്ഥലത്തിന്റെ വിലയും ഒപ്പം തന്നെ സ്ഥലത്തിലെ എന്തെങ്കിലും കെട്ടിടങ്ങളോ വീടോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു അപ്രൂവ്ഡ് വാല്യുവേറ്റർ അസസ് ചെയ്തിട്ടുള്ള വിലയും, ഇത് രണ്ടും കൂടിയതാണ് മൊത്തം വില. ആ മൊത്തം വിലയുടെ 8% മുദ്രപത്രവും 2% ഫീസും നമ്മൾ സർക്കാരിലേക്കായിട്ട് അടയ്ക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ 10 ലക്ഷം രൂപയുള്ള ഒരു വസ്തു വാങ്ങിക്കുകയാണെങ്കിൽ 80,000 രൂപ മുദ്രപത്രത്തിന് വേണം, 20,000 രൂപ രജിസ്ട്രേഷൻ ഫീസായിട്ടും നമ്മൾ അടയ്ക്കണം. മുകളിൽ പറഞ്ഞിട്ടുള്ള രേഖകൾക്ക് കൂടാതെ, അതായത് ഒറിജിനൽ ആധാരം, മുന്നാധാരങ്ങൾ, കുടിക്കൽ സർട്ടിഫിക്കറ്റ്, ROR സർട്ടിഫിക്കറ്റ്, പൊസിഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്ക് കൂടാതെ തന്നെ വിൽക്കുന്ന ആളുടെയും വാങ്ങുന്ന ആളുടെയും ഫോട്ടോകളും വിരൽ പതിപ്പും ആധാരത്തിന്റെ ആദ്യ പേജുകളിൽ ഉണ്ടായിരിക്കണം. അവരുടെ ID കാർഡ് എന്ന് വെച്ചാൽ ആധാർ കാർഡ്, പാൻ കാർഡ് എന്നിവയും കൂടെ തന്നെ 2 സാക്ഷികളും ആധാർ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊണ്ടുപോകേണ്ടതാണ്. മാതൃക പ്രമാണങ്ങൾ അനുസരിച്ച് ഇനി അഥവാ നമുക്ക് എന്തെങ്കിലും കൂട്ടിച്ചേരലുകളോ നിബന്ധനകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി കൂട്ടിച്ചേർത്തൊരു ആധാരം തയ്യാറാക്കിയതിനു ശേഷം ശരിയായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. അത് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓൺലൈനിന്റെ സ്റ്റാമ്പും ഫീസും നമ്മൾ അടയ്ക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ, ഈ വീഡിയോയിൽ അല്പം സമയം നീണ്ടുപോയതിനാൽ അടുത്ത വീഡിയോയിൽ പരാമർശിക്കുന്നതാണ്.
ഒരു വസ്തുവിന്റെ ആധാരം അത് തീരാധാരമായാലും ശരി, ഏത് വിധത്തിലുള്ള ആധാരമായാലും ശരി, നമുക്ക് സ്വന്തമായിട്ട് ആധാരത്തിന്റെ കക്ഷികൾക്ക് സ്വന്തമായിട്ട് തയ്യാറാക്കാം. അതിന് പ്രധാനപ്പെട്ടതും രത്നച്ചുരുക്കവുമാണ് ഇത്രയും നേരം ഞാൻ വിശദീകരിച്ചത്. അടുത്ത വീഡിയോയിൽ തന്നെ അതിന് മറ്റ് ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ പുതിയതായിട്ട് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ചാനൽ. താങ്ക് യു.